നമസ്കാരം. ഇസ്രായേലികൾ നെതന്യാഹുവിനെ തടവിലാക്കി. നെതന്യാഹുവിൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റിനെ ആകെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയ ഇസ്രായേൽ. ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ സ്വന്തം രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ അഗ്നിപരീക്ഷ നേരിടുകയാണ്. 2023 ഒക്ടോബർ മാസം 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഗാസയിലും ലബനനിലും ഇറാനിലും സമാനതകളില്ലാത്ത അധിനിവേശത്തിന് നേതൃത്വം നൽകിയ ഇസ്രായേൽ വരാനിരിക്കുന്ന ഒക്ടോബർ 27 നിർണായകമായിട്ടുള്ള ഒരു ദേശീയ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. മേഖലയെ ഒന്നാകെ പ്രക്ഷുബ്ധമാക്കിയ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അധികാരികൾക്ക് സത്യത്തിൽ ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഇസ്രായേലിൽ ആരായിരിക്കും ഇനി ഭരണം പിടിക്കാൻ പോകുന്നത്? തിരഞ്ഞെടുപ്പ് രീതികൾ, പ്രധാന പോരാളികൾ, ഇവയൊക്കെ ആരാണ്? ഇറാനെയും ഇറാൻ്റെ പിന്തുണയുള്ള പ്രാദേശിക ശക്തികളെയും ലക്ഷ്യമിട്ട് നടത്തിയ യുദ്ധനീക്കങ്ങൾ വലിയ തോതിലുള്ള ആഗോള പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ കയ്യേറ്റ നയങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ഇറാനെ ആക്രമിച്ച് പ്രാദേശിക മേധാവിത്വം നേടുവാനുള്ള പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ശ്രമങ്ങൾ പക്ഷേ ഇസ്രായേലിലെ ആഭ്യന്തര സുരക്ഷയെ സാരമായിട്ട് ബാധിക്കാനുണ്ടായതല്ല. സ്വന്തം ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടുവെന്ന ബോധ്യം ഇസ്രായേലി സമൂഹത്തിൽ ശക്തമായിട്ടുണ്ടാകുന്നു. തുടർച്ചയായിട്ട് പുറത്തു വരുന്ന പ്രീപോൾ സർവേകൾ കാണിക്കുന്നത് നെതന്യാഹുവിന് കാത്തിരിക്കുന്നത് വലിയ പരാജയമാണ് എന്നാണ്. ഗാസയിലും ഇറാനിലും അടക്കം നടത്തിയ പ്രകോപനപരമായിട്ടുള്ള യുദ്ധങ്ങൾ ഇസ്രായേൽ ജനതയെ കൂടുതൽ ഭയത്തിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമാണ് തള്ളിയിട്ടത് എന്നുള്ളതാണ്. ഒക്ടോബർ 7 സുരക്ഷാ വീഴ്ചയും തുടർന്നുണ്ടായ യുദ്ധങ്ങളുമൊക്കെ നെതന്യാഹുവിൻ്റെ സുരക്ഷാ വീരൻ എന്ന പ്രതിച്ഛായ അത് പൂർണ്ണമായിട്ട് തകർത്തു എന്നതാണ്. അപ്പോൾ ഇതോടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് ഒപ്പം തന്നെ ഇസ്രായേലിനുള്ളിൽ നെതന്യാഹു നടപ്പിലാക്കിയ മതപരവും തീവ്രവാദ വലതുപക്ഷപരവുമായിട്ടുള്ള നയങ്ങളും കടുത്ത അമർഷത്തിന് വഴിതെളിച്ചു എന്നുള്ളതാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ ഇസ്രായേലിനുള്ളിൽ നെതന്യാഹു നടപ്പിലാക്കിയ മതപരവും തീവ്ര വലതുപക്ഷപരവുമായിട്ടുള്ള നയങ്ങളും കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട് നെതന്യാഹുവിനെതിരെ. അപ്പോൾ വിദ്വേഷം വളർത്തുന്നതും സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുന്നതുമായിട്ടുള്ള ഭരണം പല ഇസ്രായേലികൾക്കും സ്വീകാര്യമല്ലാതായി മാറി. പശ്ചിമേഷ്യയിൽ നിരന്തരം സംഘർഷങ്ങൾ സൃഷ്ടിച്ച് സ്വന്തം കസേര ഭദ്രമാക്കാൻ നോക്കുന്ന ഭരണാധികാരി എന്ന വിമർശനം അത് നെതന്യാഹുവിനെതിരെ ശക്തിപ്പെടുകയും ചെയ്തു. നെതന്യാഹുവിൻ്റെ ഇറാൻ വിരുദ്ധ നയങ്ങൾക്കും സ്വേച്ഛാധിപത്യ ഭരണത്തിനും ബദലായിട്ട് പ്രതിപക്ഷ നിരയിൽ പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നു. ഗാസയിലെ യുദ്ധത്തിൽ സ്വന്തം മകനെ നഷ്ടപ്പെട്ട മുൻ സൈനിക മേധാവി ഗാഡി ഐസൻകോട്ട് ഇതിൽ പ്രധാനിയാണ്. നെതന്യാഹുവിൻ്റെ വർഷങ്ങൾ നീണ്ട അഴിമതികൾക്കും ഇറാന് ഉന്നമിട്ടുള്ള അപകടകരമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾക്കുമെതിരെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന നേതാവായിട്ട് ഐസൻകോട്ട് ജനശ്രദ്ധ നേടുകയാണ്. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നഫ്താലി ബെന്നറ്റും യസർ ലാപ്പിഡും ചേർന്ന് നെതന്യാഹുവിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ വീണ്ടും സഖ്യസാധ്യതകൾ തേടുകയാണ്. മുൻ പ്രതിരോധ മന്ത്രി അവിഗ്ഡോർ ലീബർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കളും നെതന്യാഹുവിൻ്റെ പരാജയപ്പെട്ട നയങ്ങൾക്കെതിരെ രംഗത്തെത്തി. ഇറാൻ്റെയും മറ്റ് അയൽ രാജ്യങ്ങളുടെയും പരമാധികാരത്തിന്മേൽ കടന്നു കയറി മേഖലയെ മുഴുവൻ യുദ്ധത്തിലേക്ക് തള്ളിയിട്ട നെതന്യാഹു സ്വന്തം നാട്ടിൽ തികച്ചും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ, ഇസ്രായേലികൾ തന്നെ നെതന്യാഹുവിനെ പരാജയപ്പെടുത്തി തടവിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇസ്രായേലിൻ്റെ പാർലമെൻ്ററി വ്യവസ്ഥയിൽ കേവല ഭൂരിപക്ഷം നേടുക എന്നത് ഏത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ്. 2019 മുതൽ 2022 വരെ നീണ്ട നിരന്തരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അധികാരത്തിൽ വന്ന നെതന്യാഹുവിൻ്റെ തീവ്ര വലതുപക്ഷ സർക്കാർ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒന്നായിരുന്നു. ഇറാനെതിരെയുള്ള യുദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണം തുടരുവാൻ നെതന്യാഹു ശ്രമിക്കുമ്പോഴും സഖ്യകക്ഷികളുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഇവിടെ ഭരണത്തിൽ തുടരാൻ തീവ്ര ഓർത്തഡോക്സ് ജൂത പാർട്ടികളെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് തീവ്ര ഓർത്തഡോക്സ് വിഭാഗങ്ങളെ ഒഴിവാക്കിയത് ഈ പറയുന്ന ആഭ്യന്തരമായിട്ട് വലിയ പ്രതിഷേധത്തിന് കാരണമായി എന്നതാണ്. അപ്പോൾ ഇവിടെ ഇറാൻ്റെ ഭീഷണി ഉയർത്തിക്കാട്ടി ഇത്തരം കടുത്ത തീരുമാനങ്ങളെ ന്യായീകരിക്കുവാൻ നോക്കിയ നെതന്യാഹുവിൻ്റെ നയം ഇസ്രായേൽ സമൂഹത്തിൽ വലിയ പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി, സ്മോട്രിച്ചിൻ്റെയും ബെൻഗോറിൻ്റെയും ഒക്കെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ എന്നിവർ ഇപ്പോഴും സഖ്യത്തിലുണ്ടെങ്കിലും അവരുടെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് ഐസൻകോട്ടിൻ്റെ യാഷർ പാർട്ടിയും യഗർ ഗോളൻ്റെ ഡെമോക്രാറ്റുകളും അറബ് ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളും ഒക്കെ ചേർന്ന് ഇത്തവണ നെതന്യാഹുവിൻ്റെ വിദേശകാര്യ സൈനിക നയങ്ങൾക്കെതിരെ അതിശക്തമായുള്ള പ്രചരണമാണ് നടത്തിവരുന്നത്. ചുരുക്കത്തിൽ ഇറാനെതിരെയുള്ള അനാവശ്യ ആക്രമണങ്ങളിലൂടെയും ഒപ്പം തന്നെ ഗാസയിലെ ചോരക്കളികളിലൂടെയും സ്വന്തം രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കുവാൻ ശ്രമിച്ച നെതന്യാഹുവിൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുകയാണ്. രാഷ്ട്രീയ അതിജീവനത്തിൽ വിദഗ്ധനാണെങ്കിലും മേഖലയിലാകെ അശാന്തി വിതച്ച ഒരു ഭരണാധികാരിക്ക് ഇനി ജനവിധി അനുകൂലമാകില്ല എന്ന വ്യക്തമായ സൂചനകളാണ് ഇസ്രായേലിൽ നിന്നും വരുന്നത്. ഒക്ടോബർ 7 ഈ ജനവിധി ഇസ്രായേലിൻ്റെ മാത്രമല്ല മുഴുവൻ മിഡിൽ ഈസ്റ്റിൻ്റെയും രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
അതിനിടയിൽ സംഭവിച്ചു തീരാൻ പോകുന്നത് ഒരു വലിയ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലികൾ ഇപ്പോൾ ഭരണക്കൊതിയൻ മാത്രമല്ല ഈ പറയുന്ന യുദ്ധക്കൊതിയൻ കൂടിയായിട്ടുള്ള നെതന്യാഹുവിനെ തടവിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. നെതന്യാഹുവിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലികൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്നത്.